എടി കൊച്ചേ. ആ അമ്മച്ചി ദാണ്ടെ കാപ്പി എടുക്കുക. ഞാൻ വരുന്നു. അവൻ എണീറ്റില്ലേടി മോളെ? എവിടുന്ന്? ഇന്നലെ രാത്രി ഒത്തിരി താമസിച്ചാ വന്നത്. ആ അവൻ അല്ലെങ്കിലും ഇപ്പോ ഈയിടെയായിട്ട് കുറച്ച് കറക്കം കൂടുതൽ. നിനക്കിന്ന് പോകണ്ടേടി? പിന്നെ നല്ല കാര്യം. ഇപ്പൊ തന്നെ ഷോപ്പിലെ കാര്യം എന്തായെന്ന് ആർക്കറിയാം. ഇന്ന് സ്റ്റോക്കും വരാനുള്ളതാ. എടാ മോനെ, ജെറിനെ ഒന്ന് എഴുന്നേൽക്കടാ വേഗം. മോളെ നീ പോയി വേഗം റെഡിയാകാൻ നോക്ക്. ഹായ് മമ്മി. നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? പിന്നല്ല അമ്മൂമ്മേ. എന്റെ മക്കളെ നീ വല്ലതും കഴിച്ചിട്ട് പോടാ. ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. ഓ ശരി അമ്മേ. ശരി. ഡാ ക്യാൻറ്റീനിൽ നിന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം. ആ ഞാൻ കഴിച്ചോളാം മമ്മി. ഇത് തന്നെ നീ എപ്പോഴും പറയുന്നത്. നിന്റെ ഹെൽമെറ്റ് എന്തിയേ? ഹെൽമെറ്റ് അവറയിലുണ്ട്. ഞാൻ പോകുന്ന വഴി എടുത്തോളാം. സൂക്ഷിച്ചു പോണം. ഇവിടെ ഇവന്മാരെ കാണുന്നില്ലല്ലോ. ആർക്കറിയാം എവിടെ പോയി കിടക്കുക. എത്തി എവിടെ പോയി കിടക്കുക. അങ്ങോട്ട് മാറി പൊളിക്കോ? ഞാൻ അനുഭവിച്ചു. വണ്ടി എടു. നെഞ്ചോരം കണ്ണോരം ഇന്നേരം പറയാതെ എൻ മോഹം വിടരാതെ എൻ തോളത്ത് മയങ്ങുന്നു നീ. ഉദയവർണ്ണങ്ങളെ കണ്ടുണർത്തിടുവാൻ എൻ്റെ ചാരത്ത് നീ വന്നിരിക്കുന്നുവോ. ഇണകളൊന്നായിടാൻ ഉടലിൻ ആത്മാവിത പേർപിരിയാതിന്നലയായിതാ. ഉദയ തീരങ്ങളെ കനവിന്നോളങ്ങളിൽ കണ്ടതോ മൽക്കിനാവുള്ളതാണോർമകൾ. ഇനിയും ഒന്നാകുവാൻ ഉടലു തേടുന്നു നാം. പാതിയിൽ പാതി ഉടലായി ഒന്നായിടാം. മായാതെ കണ്ട ചേലോടെ നീ ആഴങ്ങളിൽ
തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മിസ്. സച്ചിനോ? മര്യാദയ്ക്കിരുന്ന് എക്സാം എഴുതിയില്ലേ രണ്ടിനെ ഇറക്കി വിടും. സിദ്ധ എടാ, നീ എന്നോട് ക്ലാസ് വെച്ച് എന്താ പറയാന്ന് പറഞ്ഞില്ലേ? ആ, അതെ ഞായറാഴ്ച എന്താ പരിപാടി? എന്ത് പരിപാടി? എന്നെ പോലെ 3 ബിയർ എടുക്കുന്ന അടിക്കുന്നു. സിമ്പിൾ. ബിയറൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പാർട്ടി അറേഞ്ച് ചെയ്താലോ? പാർട്ടിയോ? എന്ത് പാർട്ടി? പാർട്ടി എന്ന് കേട്ടിട്ടില്ലേ? നമ്മളുണ്ട് പാർട്ടി. പാർട്ടിയൊന്നുമില്ല. പോയേ പാർട്ടി കൂടാ വന്നേക്കുന്നത്. ഞങ്ങളറിയാതൊരു പാർട്ടി ഇവിടെ നടക്കുന്നത്. പാർട്ടി എന്ത്? ഗൂഢാലോചന ഉണ്ടല്ലോ. അല്ലേലും അവന്മാരെ ഇങ്ങനെ ഞായറാഴ്ച നമ്മളെ സ്വാഭാവികം. എടി പാർട്ടി എന്നൊക്കെ പറയുമ്പോഴേ ഈ എടി അത് പിന്നെ ഞങ്ങൾ ഈ ബോയ്സിൻ്റെതായ ഹാങ് ഔട്ട്. അവിടെ നിങ്ങൾ ഗേൾസിന് ഒരു റോളൊന്നും ഇല്ല. അതെ. അതെന്താടോ ഞങ്ങൾ അടിച്ച ഈ സാധനം ഇറങ്ങത്തില്ലേ? എടാ പൊട്ടന്മാരെ, നിങ്ങൾ നമ്മളെ കൂട്ടാത്തോണ്ട് നമ്മൾ നമ്മുടെ വഴിക്കൂ. അത്രേ ഉള്ളൂ. ദേ ഒരു ഓട്ടോ ചേട്ടന്റെ അമ്പേര് കൊടുത്താൽ ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ പൊന്നു പോലെ കിട്ടും. അങ്ങനെ ഇപ്പൊ എന്റെ പൊന്നുമകള് കൊച്ചുണ്ട് കുടിക്കാൻ വന്നേക്കും. എങ്ങനെ? അതെ. എന്ത് എന്ത്? അല്ലെങ്കിൽ പിന്നെ അവരും വരട്ടെ അല്ലേ? എന്താ ബ്രോ അങ്ങനെ ഒരു ടോക്ക്? നിനക്കെന്താടാ പെട്ടെന്നൊരു മനമാറ്റം? അതല്ലടാ, ഞായറാഴ്ച അവളുമാരെ അവോയ്ഡ് ചെയ്യുന്നതാണ് അവളുമാര് പറയുന്നത്. ഇതാകുമ്പോ അവളുമാരും വരട്ടെ, ഒരു മൂലയ്ക്ക് ഇരുന്നോളൂല്ലോ. എടേ നമ്മളും അടിക്കും നിങ്ങളും അടിക്കും. അത് ഒരുമിച്ചിരുന്ന് അടിക്കുന്നതന്നെ ഒരു ബൈബിള് അല്ലടാ സച്ചുമോനെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടല്ലേ? അത് മതി. ദൈവത്തിനറിയാം എന്താവും. എടേ ഇവന്റെ പേടി ഇവനെ ഇറക്കി വിടടേ. നിന്നെ എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്യും. ഞങ്ങൾ ക്ലാസ്സിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ ബൈ. എന്തോന്നടാ ഇത്? എനിക്കറിയത്തില്ല എന്നാവും. പാർട്ടിയുടെ കാര്യം ഒരു തീരുമാനമാക്കണം. എടാ പോപ്പേ, പാർട്ടി എന്ന് പറയുമ്പോഴേ ബിയർ മാത്രമേ ഉള്ളൂ. ബിയർ മാത്രമല്ല, ബിയറും ഹോട്ടും പിന്നെ കുറച്ച്. നിങ്ങൾ ശരിക്കും എന്തോരം ഇഷ്ടാ? അവളുമാരും അല്ല കൂടെ. അറിയാലോ ഗൗരിക്കണ്ണാമന്റെ ബെല്ലും ബ്രേക്കും നമ്മളില്ലേ കൂടെ. നീ പാടാൻ വെച്ചാ. അതെന്റെ പേടി. എടാ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ബിയറിനെയും ഹോട്ടിനെയും കൂടെ കുറച്ച് നീലച്ചടയണം. സാമി പൊളി ഐഡിയ. പൂർത്തിയായി. ചെറുനെ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേ. എന്റെ പൊന്ന് പാൽക്കുമ്പോ നീ കുറച്ചേരം ഉണ്ടായിരിക്കും. നീ പറടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ മീശൻ താടി ഇല്ലാത്തവരെ കൂടെ കൂട്ടലെന്ന്. നീ പിന്നെ മീശൻ താടി വളർത്തിയ ബാബുവാന്തിനാണല്ലോ വന്നേക്കുന്നവൻ. ശരിയാ, ഒത്തിരി വളർന്നിട്ട് എന്തായാലും ഒരു കാര്യമില്ല. ആ പിന്നെ ഒരു കാര്യം, ഇതാരും അറിയല്ലേ, പ്രത്യേകിച്ച് അപ്പു. അതിനാടാ അപ്പു പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഗൗരി അറിഞ്ഞാൽ പ്രശ്നമില്ല. ഗൗരി അറിഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷെ അപ്പു അറിഞ്ഞാലും പ്രശ്നം. സത്യം പറടാ, നീ അപ്പു വീട് പറയും. ഞാനും ഒപ്പും നമ്മ ഇഷ്ടത്തില്ല. നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ പൊന്നടാവേ, ഗൗരി ഞങ്ങളോട് നേരത്തെ പറഞ്ഞ. ഗൗരിയോ? അവളെങ്ങനെ അറിഞ്ഞത്? അവൾ അവളുടെ കൂടെയല്ലേ നടക്കുന്നേ. പെണ്ണുങ്ങളുടെ മനസ്സ് പെണ്ണുങ്ങൾക്കേ അറിയും. നീ അത് ഓർത്തില്ല, അത് നിന്റെ തെറ്റ്. അതുപോട്ടെ, നമുക്കിപ്പോൾ പാർട്ടിയുടെ കാര്യം പറയാം. അത് പറ. സാധനം ഞാൻ സെറ്റ് ആയിക്കോളാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പരിപാടി നടത്തും. അതിന് വരെ തീരുമാനമായില്ലേ? ഞാൻ വിചാരിച്ചു നീ വല്ല റിസോർട്ട് ബുക്ക് ചെയ്തെന്ന്. എന്തിനാ റിസോർട്ട്? നമുക്ക് ആലോചിക്കാം, സമയമുണ്ടല്ലോ. എടാ ലാലി, എന്റെ വീട്ടിൽ വെച്ച് പരിപാടി നടത്താലോ? അപ്പൊ വീട്ടിലാരും കാണത്തില്ല, അച്ഛനും അമ്മയും. ഡീൽ ചെയ്യാം. എങ്ങനെ ഡീൽ ചെയ്യാം? ഇനി ഈ കാര്യത്തിൽ വേറെ ചർച്ചയൊന്നുമില്ല. പരിപാടി നിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നു, എത്രയേ ഉള്ളൂ. നിന്നെയൊന്നും വീട്ടിൽ കേട്ടാ വീട്ടിലാരും കയറുന്നില്ല. എല്ലാം സെറ്റാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരെല്ലാം അറിഞ്ഞു. ഗൗരി പറഞ്ഞെന്നാ പറഞ്ഞു. രണ്ടും നോക്കുന്നുണ്ട്. നോക്കിട്ട് വരാം. ഹലോ ഹബീബി. എന്താണ് ഇവരോട് കേട്ടോ നിങ്ങൾ? കുഴപ്പമില്ല എന്ന്. നാണം വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴാണോ എന്റെ കുഞ്ഞ് വരുന്നത്? മമ്മി എന്തി? അവൾ അകത്തുണ്ടടാ. ആണോ? എപ്പോ എത്തി? കുറച്ചു നേരമായി. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എടാ ചായ എടുക്കട്ടെ? ചായ വേണ്ട മമ്മി, ഞാൻ കുളിച്ചിട്ട് വരാം. നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ? നാളത്തെ ദിവസമോ? എന്താ മമ്മി? ഓർത്ത് നോക്ക്.
എനിക്ക് ആനിയെ കെട്ടിച്ചു തന്നു. അനി, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? നീയും കൂട്ടിനുണ്ടോ? അമ്മച്ചി ഞാൻ പിഴവുകൾ കനലായി നീറുന്നു എന്നെ ഞാനാക്കും മുൻപേ നീ വിശുദ്ധ പാതയിൽ സഞ്ചരിച്ചിടവേ മിഴികളിൽ നീ വന്നു പൂത്തതും കണക്കിനാവുകൾ പൂത്തുലഞ്ഞിടുവാ ഉയരുന്നൊന്നായി ചേർന്നലിഞ്ഞതും മനമൊരു തണലായി എന്നെ അണച്ചതും ഉറങ്ങാതെ ഉയരേകി തന്നതും മനമൊരു തണലായി എന്നെ അണച്ചതും ഉറങ്ങാതെ ഉയരേകി മനമൊരു തണലായി മമ്മി സോറി മമ്മി, ഞാനത് ഓർത്തില്ല. അതെങ്ങനാ? ഇടയ്ക്കൊക്കെ വീട്ടിലെ കാര്യത്തിന് ഒരു ശ്രദ്ധ വേണ്ടേ? നാളെ പള്ളിയിലോട്ട് പോവാം. അത് കഴിഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വരാം. ആൻറ്റി അപ്പോൾ വരത്തില്ലേ? ആൻറ്റി വരും. ആരാടാ? എടാ പറടാ. ഡാ, നാളെ എനിക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പള്ളിയിൽ പോകണം. അപ്പൻ്റെ ഓർമ്മ ദിവസം. അതിന് വൈകിട്ടല്ലേ പരിപാടി? കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? എടാ അത് പിന്നെ വേണം ഞാൻ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ സാഗരം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇല്ലടാ, അത് ഞാൻ ചെന്നാലേ കിട്ടത്തുള്ളൂന്നേ. ഓ അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സെറ്റാക്കാം. നോക്കാം പോരെ? എന്നാ ശരി, അത് മതി. പിന്നെ നീ അവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്കെ. അപ്പനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ആ ശരിടാ. എന്താടാ? ഹെൽമെറ്റ് ഇടാ. എന്താ വിളിച്ചേ? അവന് നാളെ വരാൻ പറ്റത്തില്ല. അതെന്താ? നമുക്കേ കുറച്ച് പരിപാടീസ് ഉണ്ട്, വേഗം ചെല്ലണം. നിങ്ങൾ പെൺകുട്ടികൾക്ക് ബിയർ, ഞങ്ങൾക്ക് ഹോട്ട്. ഇതെന്തടേ പന്തിയിലൊരു പക്ഷാഭേദം? പിന്നല്ലാതെ നമുക്കും വേണം. അതിന്റെ ആവശ്യമില്ല. നിങ്ങളത് താങ്ങത്തില്ല. സാരമില്ല. ഉറപ്പാണോ? ഉറപ്പാ. വേണ്ട, അവരും അടിക്കട്ടാ. എന്നല്ല വേറെ പണിയില്ല.
ഒഴിക്കടാ. അളിയ ഉം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? എടുത്തുണ്ടാക്കുന്നപ്പോൾ വിചാരിച്ച് ഇപ്പോൾ റെഡി ആകുന്നു. ചെറി എന്താ എന്താ എന്തു പറ്റി മോനെ? അമ്മച്ചി അമ്മച്ചി ഓ എന്താ മോളെ? എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? എന്നാ മോളെ? എന്ത് പറ്റി മോളെ? എന്താന്ന് അറിയില്ല, ഇവിടെ വന്ന് കരയുന്നു. മോനെ കരയാതെ. എന്താ മോനെ? എന്താ പറയേ? എന്തു പറ്റി? നാളെ അവന്റെ ഓർമ്മ ദിവസമല്ലേ? അതാ. പോട്ടെ, കരയാതെ കരയാതെ മോനെ. കരയല്ലേ കരയല്ലേ. എന്റെ മോൻ കരയില്ല, സാരമില്ല, പോട്ടെ കേട്ടോ. ആരാ വിളിക്കുന്നത്? ഇവനെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ ഹലോ, നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല, നീ പറ. എടാ ഞാനൊരു സ്വപ്നം കണ്ടു, അത് പറയാനാ വിളിച്ചത്. നമ്മളൊരു പാർട്ടി പ്ലാൻ ചെയ്തിരുന്നില്ലേ, അത് ശരിയാവില്ലടാ, അത് വേണ്ട.
പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിൽ വന്നു. നീ അത് വിട്. പാർട്ടി നടത്തിയാലും ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇതിപ്പോ നിന്റെ അപ്പനായിട്ട് കാണിച്ചു തന്നതായിരിക്കും. നീ രാവിലെ പള്ളി പോയിട്ടോ, എല്ലാം ശരിയാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ പള്ളിയോ. നിങ്ങളെ കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടും. ഞങ്ങളെയാണോ അതോ അപ്പൂനെയാണോ? ഡീ വേണ്ട കേട്ടോ. ശരി എന്നാ, ഓക്കെ ബൈ. വിശുദ്ധ പാതയിൽ സഞ്ചരിച്ചിടവേ മിഴികളിൽ നീ വന്നു പൂത്തതും കണക്കിനാവുകൾ പൂത്തുലഞ്ഞിടുവാ ഉയരുന്നൊന്നായി ചേർന്നലിഞ്ഞതും മനമൊരു തണലായി എന്നെ അണച്ചതും ഉറങ്ങാതെ ഉയരേകി തന്നതും മനമൊരു തണലായി എന്നെ അണച്ചതും ഉറങ്ങാതെ ഉയരേകി മനമൊരു തണ